മീറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മീറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ, ടോപ്പുകൾ, കോട്ട് സെറ്റുകൾ, ചുരിദാർ മെറ്റീരിയൽ, കുർത്തീസ്, പാന്റ്സ്, ഇന്നർ വെയേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മീറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ്സ്, തോന്നൂർക്കര. ശ്രീനാരായണ ഗുരുദേവന്റെ 171 ജയന്തി തോന്നൂർക്കര നോർത്ത് SNDP 4783 നമ്പർ ശാഖ അതിവിപുലമായി ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 171 ജയന്തി ആഘോഷം തോന്നൂർക്കര നോർത്ത് SNDP യോഗം 5938 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ അതിവിപുലമായി നടന്നു. ഗുരുദേവന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതായിരുന്നു ആഘോഷങ്ങൾ. ഗിരിവാസൻ PK സ്വാഗതം പറഞ്ഞ പൊതുയോഗത്തിൽ V ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. SNDP ചേലക്കര യൂണിയൻ ബോർഡ് മെമ്പർ സുജാ സുദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ മുഖ്യാധികാരി P ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. 20ാം വാർഡ് മെമ്പർ നിർമ്മല VK, ഗാൻ മാസ്റ്റർ സ്വാമിനാഥൻ, സെക്രട്ടറി ബാലൻ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. കാരണം 2-3 വർഷങ്ങൾക്ക് മുന്നേ ഗിരിജിങ്ങനെ സംസാരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതായത് ഒരു 10 ആളുടെ മുന്നിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിയാവുന്ന രീതിയിൽ വളർന്നു വരണം നമ്മുടെ സമുദായത്തിലുള്ള ആളുകളൊക്കെ. മൈക്ക് കാണുമ്പോൾ പേടിയും വിറയും ഒക്കെയാണ് പൊതുവെ കാണുന്നത്. ആദ്യം ഗിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഗിരി സംസാരിച്ച് നോക്കിയപ്പോഴേക്ക് വളരെയധികം സന്തോഷം തോന്നി. നല്ല രീതിയിൽ സംസാരിക്കുന്നു. നല്ല സന്തോഷം വരുമ്പോൾ ഇടയ്ക്ക് സങ്കടം വരുമ്പോൾ ഏതായാലും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ കിടക്കുന്നില്ല. ഈ ഗുരുദേവന്റെ പ്രസക്തി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മുടെ ഈ ഗുരുദേവന്റെ ആശയങ്ങളും ഗുരുദേവൻ പറഞ്ഞ വാക്കുകളും ലോക വിപ്ലവങ്ങൾക്ക് വരെ കാരണമായിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു. ഒപ്പം തോന്നൂർക്കരയുടെ അഭിമാനമായി മാറിയ ഡോക്ടർ നിരഞ്ജനയും ചടങ്ങിൽ ആദരിച്ചു. നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ സത്യമാകുന്നു അല്ലേ? ഈശ്വരൻ സത്യമാകുന്നു. അതിൽ സത്യം മാത്രമാണോ? അതിൽ വിശ്വസിക്കുകയും വേണ്ടേ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആണയിട്ട് കാര്യങ്ങൾ പറയും അല്ലേ? എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സത്യം ഇട്ട് പറയും. അപ്പൊ നമ്മൾ എന്താ പറയുക? ആ സത്യം ഇടുന്നോടത്ത് എന്താ മോളെ പറയാ? ഒരു കാര്യം നമ്മൾ ചെയ്തില്ല, അപ്പൊ നമ്മൾ എന്താ പറയാ? എന്റെ അമ്മയാണ് സത്യം അല്ലേ? അങ്ങനെ പറയാറില്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മളെന്ത് പറയും? എന്റെ അമ്മയാണ് സത്യം, ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാറില്ലേ? അതെന്താ നിങ്ങൾ അമ്മയാണ് സത്യം, അച്ഛനാണ് സത്യം എന്താ പറയാത്തെ? അതെന്തായാലും പറയാത്തെ? എന്റെ അച്ഛനാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമോ? ഇല്ല. അമ്മ സത്യമാണ് അല്ലേ? അമ്മ സത്യമായ സത്യമാണ് അമ്മ. അച്ഛനോ? ഞാൻ നിങ്ങളെ കുറ്റം പറയല്ലോ. ഒരു ഇടയ്ക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ വിശ്വാസമാണ് അല്ലേ? ആ വിശ്വാസത്തിൽ ഉറയ്ക്കുമ്പോഴാണ് അവിടെ ഉറപ്പ് വരുന്നത്. എന്നതുപോലെ ഞാൻ കടന്നു പറയുന്നില്ല. എന്നതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ സത്യമാണ്. ആ സത്യത്തെ നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കത് ഈശ്വരനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? അച്ഛനെ പറഞ്ഞ അമ്മ മനസ്സിലാക്കണം, മോളെ അല്ലെ മോനെ, ഇതാണ് നിന്റെ അച്ഛൻ. അത് അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു ഇല്ലേ? അങ്ങനെയല്ലേ? ഉറപ്പിക്കാത്ത ആൾക്കാരാണ് നമ്മൾക്ക് ഇന്ന് അറിയാം. DNA ടെസ്റ്റിന്റെ പുറകെ അല്ലെ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഇതിന് ഉറപ്പില്ലാത്ത അവസ്ഥാ കാലഘട്ടമാണ്. അപ്പൊ അതാണ് നീ സത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജ്ഞാനം എന്താണ്? അറിവാണ്. ഗുരുദേവൻ പറയുന്നു ഈശ്വരൻ ആരാണ്? CCV ന്യൂസ്, ചേലക്കര.